മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളെ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന ടോപ്പിക്കിലെ 4ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 4ാമത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ERP എന്നാണ്, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ഇതുവരെ നമ്മൾ ഡാറ്റാബേസിൻ്റെ ഒരുപാട് മോഡൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പുതിയ സെക്ഷനാണ് സത്യത്തിൽ ERP എന്ന് പറഞ്ഞാൽ, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് എന്നാണ്. അപ്പോൾ എന്താണ് ഈ ERP എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കാം. ആദ്യമായിട്ട് ERP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് പാരഗ്രാഫിൽ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് സോഫ്റ്റ്വെയർ ഓർ ERP makes an attempt to integrate all the departments and the functions across a company into a single computer system that can serve all those different departments' particular needs. വളരെ വ്യക്തമായിട്ട് ERP എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ കമ്പനിയിലെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളെ അവരെ ഫങ്ഷണൽ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിലാക്കുക എന്നുള്ളതാണ് ERP ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതെല്ലാം ആ സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ERPൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ, നമ്മളെ കമ്പനിയിൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. നിങ്ങൾക്കറിയാൻ പറ്റും, HR ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതുപോലെ വെയർ ഹൗസ്, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അക്കൗണ്ട്സ്. അങ്ങനെ ഓരോ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയും അവരെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് ചെയ്യുന്നതോടൊപ്പം ഈ എൻ്റയർ ഓർഗനൈസേഷനിലുള്ള എല്ലാ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കൂടിയും ഒരൊറ്റ സിംഗിൾ രൂപത്തിലേക്ക് ആക്കി മാറ്റാം. ഒരു സിംഗിൾ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ സിംഗിൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഇൻ്റർ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ERP, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് സോഫ്റ്റ്വെയർ. ഓക്കെ, ഇനി ERPൻ്റെ മീനിങ് നോക്കാം. ERP is an acronym for Enterprise Resource Planning. Enterprise Resource Planningൻ്റെ ഷോർട്ട് ഫോമാണ് ERP എന്ന് പറഞ്ഞാൽ. ERP software application helps the business to manage and connect information from all core areas of organization with the aim to improve effective decision making. മാനേജ്മെൻറ്റിന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നടക്കുന്ന കാര്യങ്ങളും അതാത് സമയത്ത് അറിയാൻ പറ്റുന്നതോടൊപ്പം തന്നെ എളുപ്പത്തിൽ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ പോസിബിൾ ആവുകയും ചെയ്യും ERP ഉള്ളതുകൊണ്ട്. ഇനി കുറച്ച് ഡെഫിനിഷൻസ് നമ്മൾ നോക്കാം. 2 ഡെഫിനിഷൻ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒന്നാമത്തെ ഡെഫിനിഷൻസ് മിൻഹാൻ 1998 ഡിഫൈൻ ചെയ്തത്, ERP is a complex software system that ties together and automated the basic process of a business. ഒരു ബിസിനസ്സിൻ്റെ എല്ലാ ബേസിക് പ്രോസസ്സിനെയും ഒരു സിംഗിൾ ടൈ ഉപയോഗിച്ചുകൊണ്ട്, ടൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടുക എന്നൊക്കെ അർത്ഥം, അങ്ങനെ ഒന്നിച്ച് കെട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സത്യത്തിൽ എന്ത് ERP എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഡെഫിനേഷൻ നോക്കാം. AH 2001 ഡിഫൈൻ ചെയ്തത്, ഇത് കുറച്ച് കോംപ്രിഹെൻസീവ് ഡെഫിനേഷനാണ്. An ERP system is a typically defined as a packaged business software system that facilitates a corporation to manage an efficient and effective use of resources. റിസോഴ്സസ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ, ഹ്യൂമൻ റിസോഴ്സ്, ഫൈനാൻസ് എക്സെട്ര, by providing a total integrated solution for organizations information processing request through a process oriented view consistent across the company. വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും കണക്ട് ചെയ്തുകൊണ്ട് അവരവരുടെ ഫങ്ഷൻ സ്മൂത്തായിട്ട് നടക്കുകയും എന്നാൽ എൻ്റയർ ഡിപ്പാർട്ട്മെൻറ്റുകൾ പരസ്പരം കണക്ട് ചെയ്ത് ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടോട്ടലി ഇൻ്റഗ്രേറ്റഡ് സൊല്യൂഷനാണ് ERP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. It seems that with the passage of the time defined, ERP undergone changes as those systems were further extended to include the inter-firm activity through integration of front office and back office business applications such as supply chain management and customer relation management. ERPൻ്റെ ഡെവലപ്മെൻറ്റ് ഓരോ കാലഘട്ടത്തിലെ ഡെവലപ്മെൻറ്റിൽ നമ്മൾ അറിഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ കണക്ട് ചെയ്തു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഫ്രണ്ട് ഓഫീസും ബാക്ക് ഓഫീസും, അതായത് കസ്റ്റമർ കാണുന്ന സൈഡും അതെല്ലാം അതിൻ്റെ ബാക്കിൽ പ്രൊഡക്ഷൻ നടക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും
പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും അതുപോലെ കസ്റ്റമർ റിലേഷനും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിന് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ERP കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, ഒരു ERPൻ്റെ എക്സാമ്പിൾ. നമ്മൾ KFC പോയിട്ടുണ്ടാവും. KFCയിൽ നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ അതിൽ ആ കൗണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യും, എത്രയാണ് നമുക്ക് വേണ്ട ഓഫർ കാര്യങ്ങൾ, നമ്മൾ ഏതാണ് നമുക്ക് വേണ്ട പാക്കേജ് നമ്മൾ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് അവിടെ അടിക്കും. പേയ്മെൻറ്റ് അവിടെ അടിക്കുന്ന സമയത്ത് ഈ സെയിം ടൈമിൽ ഒരുപാട് കൗണ്ടറുകളുണ്ടാവും. ഒരുപാട് കൗണ്ടറിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടാവും. ABCD 4 കൗണ്ടറാണെന്നുണ്ടെങ്കിൽ എയിലടിച്ചു, ബിയിലടിച്ചു, സിയിലടിച്ചു, ഡിയിലടിച്ചു. ഈ സെയിം ടൈമിൽ ഈ ഓർഡറിൻ്റെ ഒരു ഇൻഫർമേഷന് ബാക്കിൽ, അതായത് കിച്ചണിൽ അവർക്ക് വെച്ചിട്ടുള്ള സ്ക്രീനിൽ അത് കാണിക്കും. ആ സ്ക്രീനിൽ എങ്ങനെ കാണിക്കുക എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഓർഡർ വൈസിലായിരിക്കും. ആദ്യം ആരാണോ ഓർഡർ കൊടുത്തിട്ടുള്ളത് അവരതായിരിക്കും ആദ്യം റെഡി ആവുക. രണ്ടാമത് ഓർഡർ ആരാണോ പ്ലേസ് ചെയ്ത് അവരത് അതിൽ രണ്ടാമത് വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ വെയിറ്റിംഗ് പീരീഡും കാര്യങ്ങളൊക്കെ ഈക്വലോ. എന്നാൽ ABCD 4 കൗണ്ടറുണ്ട്. ഫസ്റ്റത്തെ ആൾ ഒരു ഓർഡർ ചെയ്തു, അയാൾ നേരെ പോയിട്ട് കിച്ചണിൽ പോയി പറഞ്ഞിട്ട് അയാളത് വേഗം പ്രിപ്പയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ ചിലപ്പോൾ അതിന് മുന്നേ വന്നവരുണ്ടാവും. അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള കസ്റ്റമർ റിലേഷൻ ഒന്നും മാനേജ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ERP സിസ്റ്റം കൊണ്ട് റിയൽ ടൈം പ്രോസസ്സിംഗ് ആണ്. സെയിം ടൈമിൽ ബാക്ക് ഓഫീസിലും ബാക്ക് വർക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഇനി ERPൻ്റെ എവല്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എവല്യൂഷൻ ഓഫ് ERP. 1960s ആദ്യമായിട്ട് ERP വന്നിട്ടുള്ളത്. ആ സമയത്ത് മെയിൻലി ഫോക്കസ് എന്താണെന്നുണ്ടെങ്കിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ട്രഡീഷണൽ ഇൻവെൻട്രി കോൺസെപ്റ്റ്, അതായത് ഇൻവെൻട്രി പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റോക്ക്. ആ ഇൻവെൻട്രി മാനേജ്മെൻറ്റാണ് മേജറായിട്ട് അന്നത്തെ കാലത്ത് ERP കൊണ്ട് ഉപയോഗിച്ചിരുന്നത്. അന്നത്തെ കാലത്തെ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള കോബോൾ, ആൽഗോൾ, ഫോർട്രാൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ERP ചെയ്തിരുന്നത്. അതായത് അന്ന് മെയിനായിട്ട് 1960 ആദ്യമായിട്ട് ERP ഇൻവെൻറ്റ് ചെയ്ത സമയത്ത് ERP എന്ന സോഫ്റ്റ്വെയർ ഫോക്കസ് ചെയ്യുന്നത് ഇൻവെൻട്രി മാനേജ്മെൻറ്റിലായിരുന്നു. എന്നാൽ 1970s അതിൻ്റെ ഒരു കുറച്ചും കൂടി ഒരു ഡെവലപ്മെൻറ്റ് വന്നു. അതാണ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷനിൽ ഓവർ സ്റ്റോക്കും അണ്ടർ സ്റ്റോക്കും ആവാതെ എഫിഷ്യൻ്റായിട്ട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. പ്ലസ് അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ 1980s ഒന്നുകൂടി അഡ്വാൻസ്ഡ് ERP വന്നിട്ടുണ്ട്. അതാണ് മാനുഫാക്ചറിങ് റിസോഴ്സ് പ്ലാനിങ്. മാനുഫാക്ചറിങ് റിസോഴ്സ് പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം, മാനുഫാക്ചറിങ് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് റിസോഴ്സ് വേണം. റോ മെറ്റീരിയൽസ് വേണം, മെഷീനറി വേണം, എംപ്ലോയീസ് വേണം, പിന്നെ അതിനുള്ള സ്പേസ് വേണം, വർക്ക് ചെയ്യുന്ന വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ്റെ പ്രോസസ്സിനെ വളരെ സ്മൂത്താക്കാൻ 1980s ERPക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ശേഷം MRP മാനുഫാക്ചറിങ് റിസോഴ്സ് പ്ലാനിങ് 2 എന്നുള്ള സെക്ഷൻ വന്നിട്ടുണ്ട്. ആ സെക്ഷനും കൂടി ആയപ്പോൾ ഷോപ്പിൻ്റെ ഫ്ലോറ്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെൻറ്റ്, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്, എഞ്ചിനീയറിംഗ് ഇതെല്ലാം അതിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ERPൻ്റെ ഓരോ കാലഘട്ടത്തിലെ എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആദ്യകാലത്ത് 1960s ആദ്യമായിട്ട് ഇൻവെൻട്രി കൺട്രോൾ പാക്കേജ് വന്നു. 1970s മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് MRPൻ്റെ ഫസ്റ്റ് സെക്ഷൻ വന്നു. 1980s MRP 2 വന്നു. 1990s അത് ERP ആയിട്ട് രൂപപ്പെടുന്നത്. ERP പറഞ്ഞാൽ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് ആയിട്ട് മാറി. അതായത് അതിലെല്ലാ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റും അതിൽ ആഡായി. അതിന് ശേഷം 2000 കാലഘട്ടം ആയപ്പോഴത്തേക്ക് ERP ഒന്നുകൂടി അഡ്വാൻസ്ഡ് വെർഷൻസ് വരാൻ തുടങ്ങി. പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യാൻ തുടങ്ങി. ഇനി ഒരു ERPൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ഫ്ലെക്സിബിളാണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏത് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടേണ്ടത് അതെല്ലാം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മോഡുലാർ ആൻഡ് ഓപ്പൺ ഫോമാണ്. മോഡുലാർ ആൻഡ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ERP സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് എ ഓപ്പൺ സിസ്റ്റം ആർക്കിടെക്ചർ എന്ന് പറയാം.
നമ്മളെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണോ ERP ആവശ്യമുള്ളത് അവരെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷണൽ ആക്ടിവിറ്റി അനുസരിച്ച് അതിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള പ്ലാറ്റ്ഫോം ഹാർഡ്വെയർ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ, ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് സിസ്റ്റം. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു സപ്പോർട്ട് വെറൈറ്റി ഓഫ് ഓർഗനൈസേഷൻ ഫങ്ഷൻസ് ആൻഡ് മസ്റ്റ് ബി സൂട്ടബിൾ ഫോർ വൈഡ് റേഞ്ച് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻ്റെ എല്ലാ ബിസിനസ് ഫങ്ഷനും വൈഡായിട്ട് ഇത് കോംപ്രിഹെൻസീവ് ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് എക്സ്റ്റെൻസിബിലിറ്റി. എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം എക്സ്റ്റെൻഡ് ചെയ്യാതെ നമുക്ക് വേണ്ട എത്രയാണോ ആ രൂപത്തിൽ, ഇപ്പോൾ ഓരോ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ആഡ് ചെയ്തു, കുറച്ച് കഴിഞ്ഞിട്ടാണ് HR ഡിപ്പാർട്ട്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫങ്ഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, അതിന് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ കസ്റ്റമൈസേഷൻ ക്യാപ്പബിലിറ്റി. കസ്റ്റമൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസറെ ആവശ്യം അനുസരിച്ച് അവരെന്താണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ലെവലിൽ നമുക്ക് ആ സോഫ്റ്റ്വെയറിനെ കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. അടുത്ത ഫീച്ചറാണ് സിമുലേഷൻ ഓഫ് റിയാലിറ്റി. ERP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഓരോ മൊമെൻറ്റിലും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫങ്ഷനാണ്. അപ്പോൾ ഈ ഓരോ മൊമെൻറ്റിലും ചേഞ്ച് ആകുന്നതിനനുസരിച്ച് ERP സോഫ്റ്റ്വെയറിലും നമ്മൾ എന്ത് ചെയ്യും, ചേഞ്ചസ് വരുത്തിക്കൊണ്ടേയിരിക്കും. ERP സിസ്റ്റം മസ്റ്റ് stimulate the reality of business process on the computer system. In one way, it should be have control beyond the business process. It must be able to assign accountability to the users controlling the system. യൂസർ കൺട്രോൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിനെങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാൻ കഴിയും. നെക്സ്റ്റ് വരുന്നത് കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ്. ഏതൊരു ബിസിനസ് നമുക്കറിയാം കസ്റ്റമറാണ് കിങ്. കസ്റ്റമറെ നല്ല എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാൻ കഴിയും. എന്നാൽ സെയിൽസ് നടന്നാലും ആഫ്റ്റർ സെയിൽസ് സർവീസ് കൊടുക്കാനും അല്ലെങ്കിൽ വാറണ്ടി അതിൻ്റെ റിമൈൻഡർ അയക്കാനും എല്ലാ രീതിയിൽ കസ്റ്റമറെ നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമർ സർവീസ് കൊടുക്കാൻ ERP സോഫ്റ്റ്വെയർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, റിസോഴ്സ് മാനേജ്മെൻറ്റ്. റിസോഴ്സ് മാനേജ്മെൻറ്റ് റിക്വയർഡ് ഹ്യൂമൻ റിസോഴ്സ് ഷുഡ് ബി എഫക്റ്റീവ്ലി മാനേജ്. ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് എക്യുപ്മെൻറ്റ് റിസോഴ്സസ്. എല്ലാ റിസോഴ്സിനെ എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ, ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാൻ ERP സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇനി ഒരു ബിസിനസ്സിന് നീഡ് ഫോർ ERP എന്ന ബിസിനസ്, ഒരു ബിസിനസ്സിന് എന്തിനാണ് ERP എന്നുള്ളത് 5 ഫാക്ടറാണ്, 5 റീസണാണ് മെയിനായിട്ട് പറയുന്നത് ഒരു ബിസിനസ്സിൽ ERP ഉണ്ടാവണമെന്നുള്ളത്. ഒന്നാമത്തെ റീസൺ എന്താണെന്നുണ്ടെങ്കിൽ ബിസിനസ് ഇൻ്റഗ്രേഷൻ എന്ന് പറയാം. ബിസിനസ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന സമയത്ത് മാനേജ്മെൻറ്റിന് ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടി വരും. ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറായിട്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എല്ലാ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് മനസ്സിലാവണം, അതിൻ്റെ പെർഫോമൻസ് മനസ്സിലാവണം. ഒന്നുമില്ല, എംപ്ലോയീസിനൊക്കെ ബോണസ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഒരു ERP സിസ്റ്റം ഉള്ളതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ്സിന് വളരാൻ ആവശ്യമുള്ള റിയൽ ടൈം ഇൻഫർമേഷൻ കിട്ടും. പിന്നെന്താ വേറെ നമുക്ക് പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങളായിരിക്കും. എന്നാൽ മാനേജ്മെൻറ്റിന് അതിൽ കേട്ടത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാൻ കഴിയില്ല. എന്നാൽ നേരെ മറിച്ച് ഒരു എൻ്റയർ സിസ്റ്റത്തെ കംപ്ലീറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓർഡർ കിട്ടിയില്ല, ഒരാൾ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, ആ ഓർഡർ ചെയ്തത് കിട്ടിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ERP സിസ്റ്റത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഫ്രണ്ട് ഓഫീസിൽ നിന്ന് കറക്റ്റ് ഓർഡർ അയാൾ എടുത്തു, എന്നാൽ മറ്റേ സ്റ്റോറിൽ നിന്ന് വെയർ ഹൗസിൽ നിന്ന് അവരെന്ത് ചെയ്തു അതിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് പ്രൊഡ്യൂസ് ചെയ്യാതെ ഡിലേ ആക്കിയെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഇതിൻ്റെ ഡിലേ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഏകീകൃതമായിട്ടുള്ള ബിസിനസ് ഇൻ്റഗ്രേഷൻ പോസിബിളാവും. നെക്സ്റ്റ് വരുന്നത് ഫ്ലെക്സിബിലിറ്റി. നമുക്ക് നമ്മളെ കമ്പനിയിൽ നമുക്ക് എങ്ങനെയാണോ ERP വേണ്ടത് ആ രൂപത്തിൽ ERP നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെക്സിബിളാണ്, നമുക്ക് അതിനനുസരിച്ച് ഉപയോഗിക്കാം. വേണമെങ്കിൽ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ ERPയിൽ ഉൾക്കൊള്ളിക്കേണ്ടതെന്നാണെന്നുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് മാറ്റി നിർത്താം, ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രം ERP വർക്ക് ചെയ്താൽ മതി എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, സോഫ്റ്റ്വെയറിന് നമ്മൾ
ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കമ്പനീൻ്റെ ഓണേഴ്സിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ERP സിസ്റ്റത്തിന് ഫ്ലെക്സിബിലിറ്റി വരുത്താൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. നമുക്കറിയാം നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്രിഹെൻസീവ് അതുപോലെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ സാധിക്കും. അപ്പോൾ 3 റീസൺ പറഞ്ഞു കഴിഞ്ഞു. ഇനി 4ാമത് ERP എന്തിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ. മെയിനായിട്ടുള്ള 5 മേജർ റീസൺസ് ആണ് പറയുന്നത്, അതല്ലാതെ കുറേ വരുന്നുണ്ട്. 4ാമത്തത് യൂസ് ലേറ്റസ്റ്റ് ടെക്നോളജി. ഒരു കമ്പനിയിൽ എപ്പോഴും IT എന്നുള്ള സാധനം നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കറിയാം നമ്മുടെ ടെക്നോളജീൻ്റെ യുഗം എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന ടെക്നോളജി അല്ല നാളെ ഉപയോഗിക്കുന്നത്, അതിൻ്റെ അപ്ഗ്രേഡഡ് വേർഷനാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറും നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകാം. ഈസി ആയിട്ട് വളരെ സ്മൂത്തായിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാൻഡർഡൈസ് ആൻഡ് സ്പീഡ് ഓഫ് ദി മാനുഫാക്ചറിങ് പ്രോസസ്സ് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റും, അതുപോലെ സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓർഡറിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അതുവഴി ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇൻവെൻറ്ററി കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും, ഓവർ സ്റ്റോക്കിംഗ് ഉണ്ടാവില്ല, ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, നമുക്ക് വേണ്ട എംപ്ലോയീസിനെ സെലക്ട് ചെയ്താൽ മതി. അതൊക്കെ ഇതിൻ്റെ ബെനിഫിറ്റ്സുകളാണ്. അതേപോലെ സ്റ്റാൻഡർഡൈസ്ഡ് HR ഇൻഫർമേഷൻ, ഒരാൾ വന്ന് പോയത്, അതേപോലെ അയാൾ എത്ര ഓവർ ടൈം വർക്ക് ചെയ്തു, എല്ലാ വിവരങ്ങളും ആ ERP സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നത് റെഡ്യൂസ് ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ്. നമ്മളെ കമ്പനിയിൽ ഇപ്പോൾ അല്ലാതെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല, നമ്മളുടെ അടുത്ത് ഒരു അത്യാവശ്യത്തിന് ഒരു 1000 യൂണിറ്റൊക്കെ ഉൽപ്പാദിപ്പിക്കാനുള്ള മെറ്റീരിയൽസ് നമ്മളെടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സാധനം ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇൻവെൻറ്ററി ലെവൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ERP കൊണ്ട് സാധിക്കും. റെഡ്യൂസ് മാൻ പവർ കോസ്റ്റ്. ചില സമയത്ത് ചില കമ്പനിയിൽ കരാർ അടിസ്ഥാനത്തിലായിരിക്കും എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുക. എന്നാൽ ആ സമയത്ത് വർക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത സമയത്തും എംപ്ലോയീസിനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ കമ്പനിയെ സംബന്ധിച്ച് ഒരു മാൻ പവർ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മളെ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടുള്ള മാൻ പവറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചില കമ്പനിയിൽ തന്നെ മാൻ പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അവരെ എന്ത് ചെയ്യാം, വേറെ വർക്കിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ഇംപ്രൂവ് ദ സെയിൽസ് ആൻഡ് കസ്റ്റമർ സർവീസ്. ഓട്ടോമാറ്റിക്കലി നല്ല രീതിയിൽ സെയിൽസും കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ERP കൊണ്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നത് എഫിഷ്യൻറ്റ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇംപ്രൂവ് കളക്ഷൻ പ്രൊസീജിയർ ഫ്രം ഡെപ്റ്റേഴ്സ് can reduce the number of days of outstanding receivables, thereby providing the additional available of cash. This is achieved through accurate invoice creation directly from the shipment transaction. ഒരു കസ്റ്റമർക്ക് നമ്മളെ കമ്പനിയിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ക്രെഡിറ്റ് കൊടുക്കും. അപ്പോൾ നമ്മൾ കടം കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താവും, അവർക്ക് ഒരു പീരീഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും 60 ദിവസം. ഇപ്പോൾ സാധനം ഡെലിവറി ആയി കഴിഞ്ഞാൽ 60ാമത്തെ ദിവസം നിങ്ങളെ ചെക്ക് ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു 90ാമത്തെ ദിവസം നിങ്ങളെ ചെക്ക് ക്ലിയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ERP സോഫ്റ്റ്വെയർ ഉള്ളതുകൊണ്ട് പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് നമ്മൾ വിട്ടുപോയാലും ഓട്ടോമാറ്റിക്കലി അവർ നമ്മളെ മുന്നിൽ ഈ മാസം കിട്ടേണ്ട അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് ചെക്ക് റിസീവ് ചെയ്യാനുള്ള ആൾക്കാരെ എമൗണ്ടും അതേമാതിരി കസ്റ്റമർ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് കറക്റ്റ് സമയത്ത് അവരെ ചെക്ക് ക്ലിയർ ചെയ്യേണ്ട ഡേറ്റ് ആയിട്ട് നമ്മൾ അറിയിക്കാം. അത് ചിലപ്പോൾ അവർ നേരത്തെ കൊണ്ട് ക്യാഷ് അടക്കാൻ ചെയ്യും. ഇത് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാഷ് മാനേജ്മെൻറ്റ്, ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ഡെപ്റ്റേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ ERP സഹായിക്കുന്നുണ്ട്. ഡെപ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് പൈസ കിട്ടാതെ കടം പറഞ്ഞ് പല കമ്പനികളും ലോസ് ആവും. എന്നാൽ കറക്റ്റ് ഫോളോ അപ്പും അതുപോലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കമ്പനീൻ്റെ ബിസിനസ് ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആവും. അപ്പോൾ അതിന് ERP സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് ERPൻ്റെ ബെനിഫിറ്റ്സ് ആണ് നോക്കുന്നത്. ഇറ്റ്സ് എ സിംഗിൾ സോഫ്റ്റ്വെയർ. ഒരു സിംഗിൾ സോഫ്റ്റ്വെയർ ആണ് ERP. സിംഗിൾ റിപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. ഒരൊറ്റ സെർവർക്കാണ് ERPയിലെ എല്ലാ ഫയലും റിപ്പോർട്ട് ചെയ്യുന്നത്. സ്മൂത്ത് വർക്ക് ഫ്ലോ ഒക്കെ വളരെ എളുപ്പത്തിൽ സ്മൂത്തായിട്ട് നടക്കും. കംപ്ലീറ്റ് വിസിബിലിറ്റി, എല്ലാ ഇന്റർ ഡിപ്പാർട്ട്മെൻറ്റിനും മാനേജ്മെൻറ്റിനും എന്ത് ചെയ്യാം, കാണാൻ കഴിയും. എക്സ്റ്റൻഷൻസ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് ആഡ് ചെയ്യാം, അതേപോലെ അതിനെ ഒഴിവാക്കാം. ഇ കൊമേഴ്സ്, ഇതിന് ഓൺലൈൻ പ്രോസസ്സിങ്ങും, അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് വരെ ഇതിലെന്ത് ചെയ്യാം,
അവരെ സെക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതോട് കൂടിയിട്ട് കസ്റ്റമേഴ്സിന് ഓൺലൈനിൽ സാധനം ഓർഡർ ചെയ്യാം, അതേമാതിരി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. പിന്നെ വരുന്നത് ഈസി ട്രാക്കിംഗ്. നമുക്കറിയാം ഇപ്പോൾ പല ഒരു ഓൺലൈൻ സാധനങ്ങൾ ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സാധനത്തിൻ്റെ ഇൻവെൻറ്ററി എവിടെ എത്തിയിട്ടുണ്ട്, സാധനത്തിൻ്റെ സ്റ്റോക്ക്. നമ്മളിപ്പോൾ ഒരു ഫ്ലിപ്കാർട്ടിലൊക്കെ സാധനം ഓർഡർ ചെയ്താൽ നമുക്ക് ട്രാക്കിംഗ് ഉണ്ടാവും. അതായത് നമ്മളെ സാധനം എവിടെ എത്തിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമ്മളെ ഇൻവെൻറ്ററിനെ നല്ല രീതിയിൽ ഇൻവെൻറ്ററി ട്രാക്കിങ്, റവന്യൂ ട്രാക്കിങ്, സെയിൽസ് ട്രാക്കിങ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഡിഫറെൻറ്റ് മൊഡ്യൂൾസ്. ERP സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഓൾറെഡി എല്ലാ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെയും അതിനുള്ളിൽ ഫങ്ഷനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആഡ് ചെയ്യുന്നതോടൊപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻ, പ്രൊസീജിയറും പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. ഫിനാൻസ്, അക്കൗണ്ട്സ്, ഹ്യൂമൻ റിസോഴ്സ്, മാനുഫാക്ചറിങ്, ഇതെല്ലാം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അവരെ ആ രീതിയിലനുസരിച്ചുള്ള മൊഡ്യൂൾസ് ആയിരിക്കും അവർ ERPയിൽ ഉണ്ടായിരിക്കുക. എന്നാൽ കംപ്ലീറ്റ് എൻ്റയർ സോഫ്റ്റ്വെയർ എൻ്റയർ ഓർഗനൈസേഷനിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ഫ്ലെക്സിബിലിറ്റി. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ERP. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫർദർ മൊഡ്യൂൾസ് ആഡ് ചെയ്യാം. നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് അതിനെന്ത് ചെയ്യാം, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ റിജിഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ അല്ല. അതായത് ഒരു സെക്ഷൻ അതാണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാലാകാലം അത് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ, അതിന് അപ്ഗ്രേഡേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ സോഫ്റ്റ്വെയർ അല്ല ERP. നമുക്ക് വേണ്ട നമ്മളെ യൂസറെ ഇതനുസരിച്ച് നമുക്ക് അതിനെന്ത് ചെയ്യാം, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കാം. സെൻട്രലൈസ്ഡ് സ്റ്റോറേജ് സിസ്റ്റമാണ്. ഒരുപാട് സെക്യൂരിറ്റി കൂടുതലാണ്. മറ്റ് സോഫ്റ്റ്വെയറിന് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ സെക്യൂരിറ്റീസ് കൂടുതലാണ് ERP സിസ്റ്റത്തിന് പറയാം. പിന്നെ നെക്സ്റ്റ് വരുന്ന പോയിൻ്റാണ് ഗ്ലോബൽ മാനേജ്മെൻറ്റ്. ERP system is especially help for managing global dispersed enterprise companies. പല കമ്പനിയായിട്ട് നമുക്ക് ഗ്ലോബലി അതിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. ഇംപ്രൂവ്ഡ് കസ്റ്റമർ സർവീസ് ഉണ്ട്. റെഡ്യൂസ് സെറ്റപ്പ് ടൈംസ്. നമുക്ക് പല കാര്യങ്ങളും ഓട്ടോമാറ്റിക് ഇത് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഹൈ ക്വാളിറ്റിയാണ്. ടൈംലി ഡെപ്റ്റ് കളക്ഷൻ. നമ്മൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പറഞ്ഞു, ഡെപ്റ്റ് കളക്ഷനൊക്കെ കറക്റ്റ് സമയത്ത് നടക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് എല്ലാവർക്കും അറിയാം, കോസ്റ്റ്ലിയാണ്. ആദ്യമായിട്ടൊരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിനെ കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കോസ്റ്റ്ലിയാണ്. ആദ്യമായിട്ട് ഇത് ഹൈലി ടൈം കൺസ്യൂമിങ് ആണ്. പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റയർ ഓർഗനൈസേഷന് ഈ ഒരു സിസ്റ്റത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മുതൽ 3 വർഷം വരെ ഫുൾ ഫങ്ഷനായിട്ട് ഒരു ERP സോഫ്റ്റ്വെയർ എടുക്കാൻ വേണ്ടി സമയമെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ ചില സമയത്ത് റിസൾട്ട് മെഷർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പ്രോബ്ലംസ് ഓഫ് കസ്റ്റമൈസേഷൻ. നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്ത് ചില ബിസിനസ് പ്രോസസ്സിന് അവർക്കത് മനസ്സിലാവില്ല. ചില സമയത്ത് അതിൻ്റെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ലോ ആവാൻ, സ്പീഡ് കുറയാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് പുതിയൊരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഡിഫിക്കൽട്ട് ടു ലേൺ ആണ്, പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മൈഗ്രേഷൻ ഓഫ് ഡാറ്റ. ഒരു ഡാറ്റ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് ERPക്ക് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരേ ഡാറ്റ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. നെക്സ്റ്റ് വരുന്നത് ഡിപ്പെൻസ് ഓഫ് വെൻഡേഴ്സ്. നമുക്ക് ERP ആരാണ് തന്നത് അവരെപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. എന്തെങ്കിലും ഇൻവെൻറ്ററിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അവരെ നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഡീസെൻട്രലൈസേഷൻ വളരെ പ്രശ്നമാണ്. നമ്മൾ കമ്പനിയിൽ എല്ലാ സമയത്തും സെൻട്രലൈസേഷൻ മാത്രമായാൽ നടക്കില്ല. ചില സമയത്ത് ഡീസെൻട്രലൈസേഷനും വേണം. അപ്പോൾ അത് ERPയിൽ കുറച്ച് ഡിഫിക്കൽട്ടാണെന്നാണ് പറയുന്നത്. പിന്നെ വളരെ കെയർ ചെയ്തുകൊണ്ട് മാത്രമാണ് ERP സിസ്റ്റത്തെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുക. ഇത്രയാണ് നമ്മൾ ERPയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ERP സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സാപ്പ് അങ്ങനത്തെ കുറച്ച് സോഫ്റ്റ്വെയറൊക്കെയാണ് നമ്മളിനി അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു വെരി മച്ച്.